വിശദമായ വാർത്തയിലേക്ക്. KLF വേദിയിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയുള്ള MTയുടെ വിമർശനം സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് വഴി തുറന്നു. MT വിമർശിച്ചത് കേന്ദ്രത്തിനെതിരെയാണെന്ന് CPM ആവർത്തിക്കുമ്പോൾ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നു. എന്നാൽ വിമർശിക്കുകയായിരുന്നില്ല, ചില യാഥാർത്ഥ്യങ്ങൾ പറയുകയായിരുന്നുവെന്നും MT തന്നോട് പറഞ്ഞതായും എഴുത്തുകാരൻ NE സുധീർ പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന് യോജിച്ചതല്ല മുഖസ്തുതിയെന്ന് വ്യക്തമാക്കിയ സാഹിത്യ അക്കാദമി ചെയർമാൻ K സച്ചിദാനന്ദൻ അധികാരത്തെക്കുറിച്ചുള്ള പൊതുവായ അഭിപ്രായ പ്രകടനമാണ് MT നടത്തിയതെന്ന് പ്രതികരിച്ചു. MD തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അടിസ്ഥാനമാക്കിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. എനിക്ക് കേട്ടപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് തോന്നിയത്. നേതൃപൂജയെ ഏറ്റവും അധികം എതിർക്കുന്നത് CPM തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ഒരു കലക്റ്റീവ് ലീഡർഷിപ്പാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി വേദിയിൽ ഇരുത്തിയതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പറയാൻ കേരളത്തെയോ മുഖ്യമന്ത്രിയെയോ ആക്ഷേപിക്കാനുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല. പക്ഷേ ഇടതുപക്ഷ വിരോധികൾ, ഇടതുപക്ഷ ഗവൺമെന്റിനെ എതിർക്കുന്നവർ, മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ നടക്കുന്ന കുറേ ആളുകൾ, അവർക്ക് ഏതിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കുമെതിരെ തിരിച്ചുവിടാനുള്ള അവരുടെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗമെടുത്ത് വിവാദത്തിലിട്ട് അദ്ദേഹത്തെ പോലെ സാഹിത്യരംഗത്തെ ഒരു വലിയ പ്രതിഭയെ വിവാദത്തിലേക്ക് വലിച്ചെടുക്കുന്നത്.